അപ്പോൾ എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെട്ട സീരിയലാണ് ഞങ്ങളുടെ ഏഷ്യാനെറ്റ് കുടുംബത്തിലെ ആദ്യ മെഗാ പരമ്പരയായ കുങ്കുമപ്പൂവ് എന്ന സീരിയൽ. അതിനകത്ത് ഒരു വളർത്തച്ഛൻ്റെ വേഷം ചെയ്ത ഒരാളുണ്ടായിരുന്നു, TS രാജു എന്ന് പറഞ്ഞിട്ട്. മാർക്കോസ് എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം ആദ്യം അഭിനയിച്ച് എല്ലാവർക്കും ശ്രദ്ധേയമായ ചിത്രം എന്ന് പറയുന്നത് നമ്മുടെ ജോക്കർ എന്ന സിനിമയാണ്. അതിനകത്തെ സർക്കസ് മാനേജറുടെ വേഷം ചെയ്ത ശ്രീ TS രാജു സാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് വേരിയേഷൻ, അദ്ദേഹം ആദ്യം ജോക്കർ സിനിമയിലെ ആ ശബ്ദവും പിന്നെ അത് കഴിഞ്ഞിട്ട് കുങ്കുമപ്പൂ എന്ന സീരിയലിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് ശകലം വ്യത്യാസം വന്നു. അപ്പോൾ ആ രണ്ട് ശബ്ദ വ്യത്യാസം. ആദ്യം ജോക്കർ എന്ന ചിത്രത്തിലെ TS രാജു. ബാബു കളിക്കണം, ബാബു കളിക്കാതെ എങ്ങനെയാ? പണം വേണം, പണം സ്തുതി കൊണ്ടുവരും. പൊയ്ക്കോ കണ്ട കാലടിഞ്ഞനേയും നടുവടിഞ്ഞനേയും ഭ്രാന്ത് പിടിച്ചനൊക്കെ തീറ്റപ്പൊറ്റി എന്റെ കമ്പനി പൂട്ടാറായി. താങ്ക്സ് ഫോർ അത് കഴിഞ്ഞതിന് ശേഷം കുങ്കുമപ്പൂ എന്ന സീരിയലിലേക്ക് വന്നപ്പോൾ ഈ ശബ്ദത്തിന് കുറച്ച് നീട്ടലും കുറുക്കലൊക്കെ. അപ്പോൾ സ്ത്രീ ചേച്ചിമാർക്ക് എല്ലാവർക്കും അറിയാം, ആ കുങ്കുമപ്പൂ സീരിയൽ എല്ലാവരും കണ്ടതാണ്. ചേട്ടന്മാരെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച സീരിയലാണ്. അപ്പോൾ അതിനകത്തെ TS രാജു. അത്തിമുറ്റത്ത് ജയന്തി ടീച്ചറെ സ്വന്തം മകളെ പിടിച്ച് വേലക്കാരിയാക്കട്ടെ. ഉള്ള സത്യം ഞാൻ അത്തിമുറ്റത്ത് വന്ന് തുറന്നു പറയും. എടോ കേടല്, ഒരു 100 രൂപയുണ്ടോ? വെറുതെ വേണ്ട, കടായട്ടങ്ങ് തന്നാ മതി, അല്ലാതെ തന്നെ. താങ്ക് യു. ഈ AKPയുടെ കുടുംബ സംഗമത്തിൽ നമ്മുടെ തിലകൻ ചേട്ടൻ എത്തിയാൽ എങ്ങനെയായിരിക്കും എന്ന് എൻ്റെ ഭാവന. AKPയുടെ പരവൂർ മേഖല കുടുംബ സംഗമത്തിൽ എനിക്ക് വരാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. കുടുംബങ്ങൾ ശിഥിലമാകുന്ന ഈ സമയത്ത് ഇങ്ങനെ ഒരു കുടുംബ സംഗമം സംഘടിപ്പിച്ച ഇതിൻ്റെ എല്ലാ സംഘാടകർക്കും എൻ്റെ 1000 നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഈ മക്കൾക്ക് എല്ലാവർക്കും ഇങ്ങനൊരു സംഗമം സമ്മാനിച്ച ഈ AKPയുടെ അംഗങ്ങളുണ്ടല്ലോ, അവരാണ് മക്കളെ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഭാഗ്യമായി നിൽക്കുന്നത്. അല്ല തന്നെ വരട്ടെ. താങ്ക് യു. ശബ്ദം ഇങ്ങനെയാണ്. ഇതെന്തുകൊണ്ടെന്ന് എൻ്റെ കുഴപ്പമല്ല. ഇനി വരും കുടുംബ സംഗമങ്ങളിൽ വിളിക്കുമ്പോൾ നല്ല ശബ്ദവും സൗണ്ടൊക്കെ വെച്ച് ഇരിക്കുക. എന്നിട്ട് ഞങ്ങളെപ്പോലുള്ളവരെ വിളിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലാതെ വന്നിട്ട് നമ്മൾ എന്താ പറയുന്നത്, തെങ്ങിൽ വെച്ച് കേട്ടുന്ന ഹോണിനകത്തിരുന്ന് സംസാരിക്കുന്നതാണ് കയ്പ്. അപ്പോൾ ഈ കുടുംബ സംഗമം ഇനി വരും നാളുകളിൽ ഒരു വലിയ ഓഡിറ്റോറിയങ്ങളിലോ എല്ലാം വെച്ച് വലിയൊരു സമ്മേളനമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താൽക്കാലികമായി ഈ വേദി ഇവിടെ വാങ്ങുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും പ്രാർത്ഥിക്കുന്നു.